നമസ്തേ, എൻ്റെ പേര് മമത. ശ്രീനാരായണ കോളേജിലാണ് പഠിക്കുന്നത്. ഇന്ന് ശ്രീധരൻ സാർ എടുത്ത ക്ലാസ് അനന്താശ്രമത്തിൽ വെച്ചിട്ട് വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ ചിന്തിക്കാത്തതിൽ ഉപരി നമ്മൾ നോർമലി കേൾക്കുന്ന കാര്യമായിരിക്കാം, നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കാം, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞ കാര്യങ്ങളിലൂടെ മനസ്സിലായി. പിന്നെ അമ്മ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, എല്ലാവരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമ്മ. അമ്മ എന്താണ് നമുക്ക് അറിയുക, എല്ലാവർക്കും അറിയാം, എങ്കിലും അതിനെക്കുറിച്ച് കുറച്ചുകൂടി എന്താണ് അത്, നമ്മൾ ഒരമ്മയാകുമ്പോൾ എങ്ങനെ ചെയ്യണം, നമ്മളെ അമ്മേനെ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യണം, എല്ലാ കാര്യവും സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ ഒരു ഗെയിം കളിച്ചിരുന്നു. ആ ഗെയിമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ ഒരു പ്രേരണയായി എനിക്ക് തോന്നിയത്. കാരണം ആ ചോദ്യം എന്ന് വെച്ചാൽ, ഹൂ ആം ഐ. അങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും ചോദിച്ച് ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞപ്പോൾ ആർക്കും അറിയുന്നില്ല എന്തെഴുതും. കുറേ നേരം എല്ലാവരും കണ്ണടച്ചിരുന്നു, ആർക്കും എഴുതാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരു വെപ്രാളവും അതൊക്കെ കണ്ടിട്ട് കണ്ണ് തുറന്ന നേരം സാർ തന്നെ അത് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യമാണ് നിങ്ങൾ ആരാന്നുള്ളത്. കുറച്ച് നേരം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ആരാണ് എന്നുള്ളത്. അങ്ങനെ സാർ പറഞ്ഞ കുറേ കാര്യത്തിലൂടെ അതെന്താണ്, ഞാൻ ആരാണ്, എനിക്ക് എന്താവണം എന്നുള്ള കാര്യം ഞാൻ ഇനി മുമ്പോട്ട് പോകുന്ന എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. അപ്പോൾ നല്ല ക്ലാസ്. ശ്രീരാജ്, ഞാൻ എസ് എം കോളേജിൽ പഠിക്കുന്നു. നമ്മളിവിടെ ഒരു 9:00 എത്തിന് 10 മണിയാകുമ്പോൾ ശ്രീധരൻ സാറ് ക്ലാസ് തുടങ്ങിയ ഉടനെ നമ്മളെല്ലാവരും ഒരു കംഫർട്ടില്ല, സാറോട് സംസാരമൊന്നും ശരിയായിട്ടാ. പിന്നെ സാറ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളെല്ലാവരും ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ബോറടിക്കാൻ തുടങ്ങിയ ആ ടൈം തന്നെ സാറിന് മനസ്സിലായിട്ട് സാറ് നമുക്ക് ആക്ടിവിറ്റീസ് തന്നു. ആക്ടിവിറ്റീസ് തന്നെ സാറ് ടോട്ടലി നമുക്ക് മനസ്സിലായി പറഞ്ഞാൽ നമ്മളെ ഉള്ളിലില്ല നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസും അങ്ങനെ കുറേ ചെയ്തു. അപ്പോൾ നമ്മളെ ലക്ഷ്യം, അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്, ഓരോരോ സെക്കൻഡ് ഇങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്തിടുക, അങ്ങനത്തെ കുറച്ച് രീതിയിൽ സാർ നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും അവരവരായ അവസരം ചിന്തിക്കാനുള്ള സമയമെല്ലാം കൊടുത്തിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹായ്, എൻ്റെ പേര് തഹസീൻ. ഞാൻ ശ്രീനാരായണ കോളേജിൽ പഠിക്കുന്ന ബികോം സ്റ്റുഡൻ്റാണ്. ഇന്ന് ശ്രീധരൻ സാറിൻ്റെ ക്ലാസ് കേട്ടു. അതിൽ കുറച്ച് നല്ല പോയിൻറ്റ്സ് എനിക്ക് കിട്ടി. മാത്രമല്ല അത് ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ല വാക്കുകളാണ് പറഞ്ഞത്. അതിൽ എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. കാരണം ടൈം മാനേജ്മെൻറ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് സാറ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാം. നമ്മൾ 8 മണിക്കൂറാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങേണ്ടത്. കറക്റ്റ് സമയം പറഞ്ഞാൽ 8 മണിക്കൂറാണ് ഉറങ്ങേണ്ടത്. പിന്നെ ബാക്കി 5 മണിക്കൂർ നമ്മൾ പഠനത്തിനായിട്ട് ചിലവഴിക്കാം. ബാക്കി 3 മണിക്കൂറുള്ളത് നമ്മൾ എന്തെങ്കിലും പഠിച്ചതെല്ലാം റിവൈസ് ആക്കാനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നല്ല രീതിയിൽ സാറ് വ്യക്തമായിട്ട് നമുക്ക് ഓരോന്ന് ജീവിതത്തിൽ പകർത്താനുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കുറേ എൻ്റെ അമ്മേനോടും അച്ഛനോടും എങ്ങനെ പെരുമാറണം എന്നെല്ലാം സാറ് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ആ ക്ലാസ് കേട്ട് നല്ല രീതിയിൽ ഒരു ഹോപ്പ് വന്നിട്ടുണ്ട്. അത് താങ്ക് യു. എൻ്റെ പേര് ശ്രീനിധി ബേബി. ഞാൻ ശ്രീനാരായണ കോളേജിൽ പഠിക്കുന്നു. സെക്കൻഡ് ഇയറാണ്. ടൂറിസം കോഴ്സാണ് പഠിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 നമ്മൾ ആശ്രമത്തിലേക്ക് എത്തുകയും ഇവിടെ ചുറ്റുപാടുകൾ നടത്തുന്ന സന്ദർശിക്കുകയും എല്ലാം കാണുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ശ്രീധരൻ മാഷ് നമുക്ക് NSS എന്താണെന്നും NSSൽ നമ്മൾ എങ്ങനെയാണ് തലമുറ മറ്റുള്ളവരോട് പെരുമാറേണ്ടതും എന്നും ഒക്കെ സാർ നമുക്ക് പറഞ്ഞു തന്നു. അതുകൂടാതെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് സാർ ക്ലാസ് എടുത്തിരുന്നു. ഒരു വ്യക്തി എന്തായാലും 8 മണിക്കൂർ ഉറങ്ങണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അല്ലെങ്കിൽ ആ ജീവിതത്തിലെ എല്ലാ താളവും നമുക്ക് തെറ്റുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നാം സമൂഹത്തിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് നമുക്ക് ക്ലാസ് എടുക്കുകയും ക്ലാസ് ബോറടിക്കാതിരിക്കാൻ ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. അതുകൂടാതെ തന്നെ ആശ്രമത്തിൻ്റെ മഹത്വവും എല്ലാം നമുക്ക് രുക്മിണി കല്യാണോട് പറയുകയുണ്ടായി. അതുകൂടാതെ നമ്മുടെ എല്ലാ ചിത്രങ്ങളും പകർത്തുകയുണ്ടായ ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. അദ്ദേഹം കാസർഗോഡാണെന്നാണ് എന്നോട് പറയുകയുണ്ടായത്. ഇത്രയും നല്ല ഒരു അവസരം തന്നെ അനന്താശ്രമത്തിന് നന്ദി.
മനസ്സന്നാട്ടെ. എൻ്റെ പേര് ദേവിക KV. ഞാൻ ശ്രീനാരായണ കോളേജിൽ നിന്ന് വരുന്നത്. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. പിന്നെ നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സാറ് പറഞ്ഞു. നല്ല മെസ്സേജ് ആയിരുന്നു. പിന്നെ അത്രയേ ഉള്ളൂ. സുധിൻ, ഞാൻ SM കോളേജിൽ നിന്ന് വരുന്നു. BBA സ്റ്റുഡൻ്റാണ്. ഇവിടെ NSSൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തന്ന ശ്രീധരൻ സാറ് നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെ ഒരു NSS വളണ്ടിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതൊക്കെ പറഞ്ഞു തന്നു.